to 18%. A gift of less tax, more savings for happy festivals. Next Gen GST. മലം ട്രോഫിയിൽ ആര് മുത്തമിടുമെന്നുള്ള കാത്തിരിപ്പിന് ഇനി അല്പം നിമിഷത്തിന്റെ ആയുസ് മാത്രം. എ ബാച്ച് ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. കുറിയന്നൂർ, കോയിപ്പുറം, കീഴുകര ഒപ്പം ഓതറ എന്നീ മത്സര പള്ളിയോടങ്ങളാണ് മാറ്റിവെക്കുക. എ ബാച്ച് ഫൈനൽ മത്സരത്തിലേക്ക് അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, മേലുംകര എന്നീ പള്ളിയോടങ്ങളാണ് മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ആറന്മുളയിലെ ജലപൂരം അതിന്റെ പരിസമാപ്തിയിലേക്ക് 6 മണിയോടെ സമയമെടുക്കുമ്പോൾ അതിന്റെ ഫൈനൽ, അതിന്റെ മത്സരം അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആചാരപ്പെരുമയിൽ ആറന്മുള ജല മാമാങ്കത്തിൽ മലം ട്രോഫിയിൽ ആര് മുത്തമിടും എന്നുള്ള കാത്തിരിപ്പിലാണ് ഈ ജനസാഗരം ഒന്നാകെ കാത്തിരിക്കുന്നത്. അത്രത്തോളം ആകാംക്ഷയോടെ, പ്രതീക്ഷയോടെ, ആഹ്ലാദത്തോടെ തന്നെയാണ് അവർ ഈ ഒരു ആചാര പെരുമയോടെ നടന്നാറുമുള്ള ഉത്രട്ടാതി ജലോത്സവത്തിന്റെ അന്തിമ നിമിഷങ്ങളെ കാത്തിരിക്കുന്നത്. വിനോദ്, എം കെ വിനോദ് ചേരുകയാണ്. വിനോദ്, അന്തിമഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ആചാര പെരുമയിൽ ആരംഭമുള്ള ഉത്രട്ടാതി ജലോത്സവം മത്സരങ്ങളുടെ ഫൈനൽ മത്സരത്തിന്റെ ഏറ്റവും ആവേശകരമായ കാഴ്ചകൾ എന്തൊക്കെയാണ്? തീർച്ചയായും കെ പി സുരേഷ്, ഫൈനൽ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം പൂർത്തിയായിരിക്കുന്നു. കോറ്റാത്തൂരും കോടിയാട്ടുകരയും ഇടപ്പാവൂരും മേപ്പുറം തൈമറവുംകരയും തമ്മിലായിരുന്നു 4 പള്ളിയോടങ്ങളുടെ വാശിയേറിയ ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം. അതിൽ കോറ്റാത്തൂരാണ് ഒന്നാമതെത്തിയത്. ഔദ്യോഗിക പ്രഖ്യാപനം ഇനിയും വരേണ്ടതുണ്ട്. ഇനിയും നടക്കാനുള്ളത് എ ബാച്ച് പള്ളിയോടങ്ങളുടെ ലൂസേഴ്സ് ഫൈനലും ഫൈനൽ മത്സരങ്ങളുമാണ് ഉള്ളത്. ലൂസേഴ്സ് ഫൈനലിൽ കുറിയന്നൂർ, കോയിപ്പുറം, കീഴുകര, ഓതറ എന്നീ 4 പള്ളിയോടങ്ങളുടെ മത്സരങ്ങളാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അത് ആരംഭിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എ ബാച്ചിന്റെ ഫൈനൽ മത്സരം നടക്കും. അതിൽ അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, കിഴക്ക്, മേലുകര എന്നിങ്ങനെ 4 പള്ളിയോടങ്ങളാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത്. അതിൽ കൂടി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇത്തവണത്തെ ആറന്മുള ജലോത്സവം എല്ലാ അർത്ഥത്തിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് നടന്നത്. യാതൊരുവിധ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ വളരെ മനോഹരമായി പ്രകൃതി പോലും കനിഞ്ഞു നിന്ന അന്തരീക്ഷത്തിലാണ് ഇത്തവണ ആറന്മുള ജലോത്സവം നടക്കാൻ കഴിഞ്ഞത്. 10,000-കണക്കിന് ആളുകളാണ് പമ്പയുടെ ഇരുകരകളുമായി തിങ്ങിക്കൂടി ഈ ജലോത്സവത്തിന് സാക്ഷ്യം വഹിച്ചത്. വളരെ വിശിഷ്ടവും പവിത്രവും സവിശേഷതയോ ആർന്ന പമ്പാ നദിയിൽ നടക്കുന്ന ഏറ്റവും ഭക്തി നിർഭരമായ ചടങ്ങാണ് ആറന്മുള ജലോത്സവം. ഉത്രട്ടാതി ജലോത്സവത്തിന് വളരെയധികം പ്രാധാന്യവുമുണ്ട്. അറിയാം, ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ദിനത്തിലാണ് ഈ ജലോത്സവം നടക്കുന്നത്. പഞ്ചപാണ്ഡവരിൽ അർജുനന്റെ ജന്മനക്ഷത്രമാണ് ഉത്രട്ടാതി. ആ നാളിലാണ് അദ്ദേഹം പാർത്ഥസാരഥി ക്ഷേത്രം ആറന്മുളയിൽ പണി കഴിപ്പിച്ചത് എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രതിഷ്ഠ നടത്തിയത് എന്നുള്ളതാണ് വിശ്വാസം. ആ പ്രതിഷ്ഠാ ദിനത്തിലാണ് ഇവിടെ ജലോത്സവം, ആറന്മുള ജലോത്സവം നടക്കുന്നത്. 52 കരകളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് ഈ ആറന്മുള ജലോത്സവവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. ഇത്തവണ 50 പള്ളിയോടങ്ങൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. അതിന്റെ അവസാനഘട്ട ഫലത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം പൂർത്തിയായിരിക്കുന്നു. ഇനി എ ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനലും അതിനുശേഷം ഫൈനൽ മത്സരവും കൂടി നടന്നാൽ ഈ വർഷത്തെ ആറന്മുള ജലോത്സവം സമാപിക്കുന്നു. അതുമാത്രമല്ല, കേരളത്തിലെ ഓണാഘോഷത്തിന്റെ കൂടി സമാപനമായി വേണമെങ്കിൽ ഉത്രട്ടാതി ജലോത്സവത്തെ കാണാം. അത്തരത്തിൽ ആചാരവും അനുഷ്ഠാനവും ഒക്കെയായി ഇടപിരിയാതെ കിടക്കുന്ന ഒരു ചരിത്ര പ്രസിദ്ധമായ പുണ്യനദിയായ പമ്പയോട് ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ജലോത്സവമാണ് ആറന്മുള ജലോത്സവം. എല്ലാ അർത്ഥത്തിലും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ തന്നെയാണ് ഇത്തവണ ആറന്മുള ജലോത്സവം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നത്. കെ പി സുരേഷ്, ആറന്മുള വള്ളംകളി അതിന്റെ ആവേശകരമായ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം സായം സന്ധ്യയാണ്, 6 മണിയോട് അടുത്തിരിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ മത്സരങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്, സമാധാനം നടത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് അതിൻ്റെതായ ഒരു തനിമയുണ്ട്, ഗരിമയുണ്ട്, മഹത്വമുണ്ട്. കാരണം വേഗരാജാക്കന്മാർ മാത്രമല്ല, അതിൻ്റെ താളത്തിനും അതിൻ്റെതായ പ്രൗഢിക്കും ഒക്കെയും വ്യത്യസ്തമായ രീതിയിലുള്ള പാരിതോഷികങ്ങളാണ്, പുരസ്കാരങ്ങൾ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്, അല്ലേ? വിനോദ്, കേൾക്കാമോ?
ഏതായാലും ആറന്മുളയിൽ വള്ളംകളി ആവേശമാണ്. അല്പസമയത്തിനകം തന്നെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. എ ബാച്ച് ഫൈനൽ മത്സരങ്ങൾ, ഒപ്പം എ ബാച്ച് ലൂസേഴ്സ് ഫൈനൽ മത്സരങ്ങൾ നടക്കാൻ പോവുകയാണ്. അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, മേലുംകര എന്നീ പള്ളിയോടങ്ങളാണ് എ ബാച്ച് ഫൈനൽ മത്സരത്തിന് യോഗ്യത നേടിയ പള്ളിയോടങ്ങൾ. ഒപ്പം തന്നെ ലൂസേഴ്സ് ഫൈനലിലേക്ക് കുറിയന്നൂർ, കോയിപ്പുറം, കീഴുകര, ഓതറ എന്നീ മത്സര വള്ളങ്ങളാണ് യോഗ്യത നേടിയിരിക്കുന്നത്. നിഖിൽ കുമാർ ചേരുകയാണ്. നിഖിൽ, എ ബാച്ച് ലൂസേഴ്സ് ഫൈനൽ, എ ബാച്ച് ഫൈനൽ മത്സരങ്ങൾ, മനം ട്രോഫിയിൽ ആര് മുത്തമിടുമെന്നുള്ള കാത്തിരിപ്പ്, ഏറ്റവും ഒടുവിലത്തെ ആ മനോഹരമായ കാഴ്ചകൾ എന്തൊക്കെയാണ്? നിഖിൽ, ഉത്രട്ടാതി ജലോത്സവം അതിന്റെ പരിസമാപ്തിയിലേക്ക്, ആചാര പെരുമയിൽ ആറന്മുള ജലോത്സവം അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണ്. മന്നം ട്രോഫിയിൽ മുത്തമിടുന്നത് കുട്ടാത്തൂർ. നേരത്തെ ബി ബാച്ചിൽ ജേതാക്കളായിരുന്നു. മന്നം ട്രോഫിയിൽ 18ാം തവണയാണ് കുട്ടാത്തൂർ മുത്തമിടുന്നത്. അങ്ങനെ ചരിത്രം രചിച്ചിരിക്കുകയാണ് ആ പള്ളിയോടം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. കഴിഞ്ഞ തവണയും അവർ തന്നെയായിരുന്നു ജേതാക്കളായത്. തുടർച്ചയായ 18 തവണ ഒരു ജലമാമാങ്കത്തിൽ, ഒരു ജലോത്സവത്തിൽ, ജലപൂരത്തിൽ മുത്തമിടുക, ജേതാക്കളാവുക എന്നത് അത്രത്തോളം മഹത്വമുള്ള ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് അത്രത്തോളം തന്നെ പേരും പെരുമയുമുള്ള ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിൽ ഒരു പള്ളിയോടം തുടർച്ചയായി ഇങ്ങനെ വിജയങ്ങൾ കരസ്ഥമാക്കുക, വിജയം കൊയ്യുക എന്നത് ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു പ്രൗഢഗംഭീരമായ, അനുഗ്രഹീതമായ ഒരു നേട്ടം തന്നെയാണ്. ആറന്മുള ജലോത്സവത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിനെ ഭക്തി നിർഭരമായ ചടങ്ങുകളുണ്ട്, അതിൻ്റെതായ സവിശേഷതകൾ, അതിൻ്റെതായ ആചാര തനിമയുണ്ട് എന്നത് തന്നെയാണ്. മറ്റ് ജലോത്സവങ്ങളിൽ നിന്നും ഈ ജലമാമാങ്കം വേറിട്ട് നിൽക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എ ബാച്ച് ഫൈനൽ മത്സരങ്ങൾ അല്പസമയത്തിനകം നടക്കും. ഒപ്പം എ ബാച്ച് ലൂസേഴ്സ് ഫൈനലും അതിനു മുമ്പ് നടക്കേണ്ടതുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുറിയന്നൂർ, കോയിപ്പുറം, ഒപ്പം കീഴുകര, ഓതറ തുടങ്ങിയ പള്ളിയോടങ്ങളാണ് ഈ എ ബാച്ച് ലൂസേഴ്സ് ഫൈനലിൽ മാറ്റുരയ്ക്കുന്നത്. എ ബാച്ച് ഫൈനൽ മത്സരത്തിൽ അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, മേലുംകര എന്നീ പള്ളിയോടങ്ങളാണ് മത്സരിക്കുന്നത്. ഒഴുകിയെത്തിയ ജനസാഗരം തന്നെയാണ് ഈ പമ്പയാറ്റിന്റെ ഇരു കരകളിലും തടിച്ചുകൂടിയിരിക്കുന്നത്. ഓളപ്പരപ്പിലെ വിസ്മയ കാഴ്ചകൾ ആസ്വദിക്കാൻ അവൾ മണിക്കൂറുകളായി അവിടെ ഒത്തുചേർന്നിരിക്കുന്നു. പല ദേശങ്ങളിൽ നിന്നും എത്തിയവർ, പല നാടുകളിൽ നിന്നും ഒഴുകിയെത്തിയ അവൾ ആരായിരിക്കും ഉത്രട്ടാതി വള്ളംകളിയിലെ ജലരാജാക്കന്മാർ എന്ന കാത്തിരിപ്പിലാണ്. അത്രത്തോളം ത്രസിപ്പിക്കുന്ന മത്സര ഇനങ്ങൾ തന്നെയാണ് പമ്പയാറ്റിൽ നടന്നത്. ഉത്രട്ടാതി ജലോത്സവത്തിൽ മാറ്റുരച്ചത്. ഉത്രട്ടാതി വള്ളംകളിക്ക് അല്പസമയത്തിനകം തന്നെ പരിസമാപ്തിയാകുമ്പോൾ മന്നം ട്രോഫിയിൽ ആര് മുത്തമിടുമെന്നുള്ള ചോദ്യത്തിന് നിമിഷങ്ങളുടെ കാത്തിരിപ്പ് മാത്രമാണ്. അത്രത്തോളം മനോഹരമായ കാഴ്ചയിലേക്കാണ് പമ്പയാറ്റിന്റെ ഓളങ്ങൾ നീങ്ങുന്നത്. സായം സന്ധ്യയോട് അടുക്കുമ്പോൾ, 6 മണിയോട് അടുക്കുമ്പോൾ ആരായിരിക്കും ഉത്രട്ടാതി ജലമേളയിലെ രാജാക്കന്മാർ, ജേതാക്കൾ, മന്നം ട്രോഫിയിൽ ആര് മുത്തമിടുമെന്നുള്ള കാത്തിരിപ്പ്. ഗൗതം, ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഗോകുൽ, ആ കാഴ്ചകൾ എന്തൊക്കെയാണ്? ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എ ബാച്ചിന്റെ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. 2 മത്സരങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എ ബാച്ച് വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായിരിക്കുന്നതാണ്. എന്തായാലും ആ ലൂസേഴ്സ് ഫൈനലിന് ശേഷം എ ബാച്ച് വള്ളങ്ങളുടെ ഫൈനൽ മത്സരങ്ങൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. എന്തായാലും അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളിലൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ട്രാക്കുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. 4 വള്ളങ്ങളാണ് എ ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനലിലും മാറ്റുരയ്ക്കുന്നുണ്ടാവുക. നിലവിൽ ലൂസേഴ്സ് ഫൈനൽ അടുത്ത് നടക്കാൻ പോകുന്ന മത്സരത്തിൽ കുറിയന്നൂർ, കോയിപ്പുറം, കീഴുകര, ഓതറ എന്നിങ്ങനെയുള്ള 4 പള്ളിയോടങ്ങളാണ് മത്സരിക്കുക. എ ബാച്ചിന്റെ
ഫൈനൽ മത്സരത്തിൽ മന്നം ട്രോഫിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുന്നത് അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല, മേലുകര എന്നിങ്ങനെയുള്ള 4 പള്ളിയോടങ്ങളായിരിക്കും. എന്തായാലും ആവേശകരമായിട്ടുള്ള ഉത്രട്ടാതി ജലമേള അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ട്രാക്ക് ഈ ഫൈനൽ മത്സരങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് പള്ളിയോടങ്ങളെയൊക്കെ അവിടെ നിന്നും, അതായത് മത്സരം പൂർത്തിയാക്കിയ പള്ളിയോടങ്ങളൊക്കെ മടങ്ങിപ്പോകുന്ന കാഴ്ചയും നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ സമയം വൈകിയ വേള അല്ലെങ്കിൽ നിശ്ചയിച്ചതിലും അല്പസമയം ഒന്ന് വൈകിട്ടുണ്ടെങ്കിൽ കൂടിയും മത്സരത്തിന്റെ ആവേശത്തിന് ഒട്ടും കുറവില്ല എന്ന് തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന അതേ ആളുകൾ തന്നെ, അതേ കാണികൾ തന്നെ, അത്രത്തോളം തന്നെ കാണികൾ തന്നെ പമ്പയുടെ ഇരുകരകളിലും ഇപ്പോഴും തുടരുന്നുണ്ട്. എന്തായാലും ഫൈനൽ മത്സരം കൂടി കണ്ടതിന് ശേഷം മാത്രമേ ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ നിന്നും പിരിഞ്ഞു പോവുകയുള്ളൂ. ആരായിരിക്കും മന്നം ട്രോഫി കരസ്ഥമാക്കുക എ ബാച്ചിൽ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയുവാനുള്ളത്. ബി ബാച്ചിൽ കോറ്റാത്തൂർ 18ാം തവണ മന്നം ട്രോഫിയിൽ മുത്തമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി എന്തായാലും എ ബാച്ചിലെ ജേതാക്കളെ കൂടി മാത്രമേ അറിയേണ്ടതായിട്ട് ഉള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ മത്സരങ്ങൾ ആരംഭിക്കും. അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ അങ്ങനെ അവസാന ഘട്ടത്തിലാണ്. എന്തായാലും ആവേശവും ഒട്ടും മത്സരങ്ങൾ കൂടി മാത്രമാണ് ഇനി ഇവിടേക്ക് ഉണ്ടാകുക. അതിലെല്ലാവരും കാത്തിരിക്കുന്നത് ആ 2 പ്രധാനപ്പെട്ട മത്സരങ്ങൾക്കാണ്. ആ പ്രധാനപ്പെട്ട മത്സരങ്ങളിലേക്ക് പമ്പയുടെ ഇരു കരകളിലും അങ്ങനെ അക്ഷമരായി തന്നെ കാത്തിരിക്കുകയാണ്. കേവലം 1 വർഷത്തെ കാത്തിരിപ്പാണ് ഇവർക്കെല്ലാം ഉള്ളത്. കാരണം അത്ര വലിയ ഓരോ കരക്കാരെ സംബന്ധിച്ചോളം ഏറ്റവും ആത്മാഭിമാനം നൽകുന്ന ഒരു പോരാട്ടം തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു തരത്തിലുള്ള സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും വീറും വാശിയും നിറയുന്നു. അതോടൊപ്പം തന്നെ ഭക്തിയും വിശ്വാസവും ഐതിഹ്യവും ആചാരവും അങ്ങനെ എല്ലാം സമന്വയിക്കുന്ന ഒരു വള്ളംകളി എന്ന് നമുക്ക് ഇതിനെ നിസ്സംശയം പറയാം. എന്തായാലും ചെറിയ ചില ആശയക്കുഴപ്പങ്ങൾ, അതിനുശേഷം അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ എ ബാച്ച് വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ ആരംഭിക്കും. അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. എന്തായാലും കൃത്യസമയത്ത് തന്നെ ഈ വള്ളംകളി അവസാനിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും ആവേശകരമായ ഒരു മത്സര വള്ളംകളിയുടെ ആ ഒരു നിമിഷത്തിലേക്ക് തന്നെയാണ് എല്ലാവരും കടന്നിരിക്കുന്നത്. എന്തായാലും കണ്ണിമ ചിമ്മാതെ ആ കാഴ്ചകൾക്ക് വേണ്ടി അങ്ങനെ കാത്തിരിക്കുകയാണ്. പമ്പയുടെ ഇരുകരകളിലും ജനനിബിഡം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട്, ആ ഫൈനൽ മത്സരത്തിന് വേണ്ടിയിട്ടാണ് രാവിലെ മുതൽ ആ വെയിലൊക്കെ സഹിച്ചുകൊണ്ട് അതിനെയൊക്കെ അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ കാഴ്ചക്കാരായിട്ട് ഈ പമ്പാ നദിയുടെ ഇരുകരകളിലും ഇങ്ങനെ അവർ തുടർന്നിരുന്നത്. അതിന് ഈ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. ഈ ആ കാഴ്ച കൂടി കാണാതെ അവരെങ്ങനെയാണ് മടങ്ങിപ്പോവുക? ആറന്മുളയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ജലമേള പ്രേമികൾ അല്ലെങ്കിൽ വള്ളംകളി പ്രേമികളടക്കം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കേരളത്തിന് പുറത്തുനിന്നും പോലും ആളുകൾ, രാജ്യത്തിന് പുറത്തുനിന്നും പോലും ആളുകൾ, വിനോദ സഞ്ചാരികൾ, വിദേശികളായിട്ടുള്ള സഞ്ചാരികളടക്കം ഈ ഒരു ഉത്രട്ടാതി ജലമേളയെ കാണുവാനും അറിയുവാനും അനുഭവിക്കുവാനുമായിട്ട് ആറന്മുളയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും തന്നെ വലിയ കാഴ്ച അനുഭവം തന്നെ ഉത്രട്ടാതി ജലമേള പകർന്നു നൽകി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആറന്മുളയിൽ ആ ഒരു കാര്യത്തിന് ഗ്യാരണ്ടിയാണ്. ഇവിടെ കാഴ്ചകളും അനുഭവങ്ങളും അല്ലെങ്കിൽ ഭക്ഷണങ്ങൾ പോലും, ഈവൻ വള്ളസദ്യ പോലും സഞ്ചാരികൾക്ക് അല്ലെങ്കിൽ ഇവിടേക്ക് എത്തുന്ന എല്ലാവർക്കും ആതിഥ്യം അരുളുന്ന ഒരു നാട് കൂടിയിട്ടാണ് ആറന്മുള. ഭക്ഷണത്തിലായാലും കാഴ്ചയിലായാലും ഒക്കെ തന്നെ വിരുന്നൊരുക്കുന്ന ഒരു നാട് തന്നെയാണ് ആറന്മുള എന്ന് പറയുന്നത്. എന്തായാലും ആറന്മുളയുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിന് കൂടി ഈ ഒരു ഫൈനൽ മത്സരത്തോടു കൂടി പരിസമാപ്തിയോടു കൂടിയാണ് ഒരു സമാപനമാകുന്നത്. എന്തായാലും ആറന്മുള വള്ളസദ്യയോടെയാണ് മലയാളികളുടെ ഓണാഘോഷത്തിന് ഒരു തുടക്കമാകുക. ആ ഓണാഘോഷത്തിനാണ് ഈ വള്ളംകളിയോടെ, ഉത്രട്ടാതി വള്ളംകളിയോടെ സമാപനം കൂടിയാകുന്നത്. അത് തന്നെ കേരളത്തിന്റെ മുഴുവൻ ഓണാഘോഷങ്ങൾ തന്നെയാണ്, അല്ലെങ്കിൽ ഓണാഘോഷത്തിന് കൂടിയാണ് പരിസമാപ്തിയാകുന്നത്. ഇനി അടുത്ത ഒരു വർഷത്തേക്കുള്ള കാത്തിരിപ്പ് തന്നെയാണ് തീർച്ചയായിട്ടും ഉണ്ടാവുക. ആറന്മുളയിൽ ഓണ ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് സാധാരണഗതിയിൽ ചിങ്ങം 1 അല്ല, അല്ലെങ്കിൽ അതിന് മാസങ്ങൾക്ക് മുൻപ് തന്നെ ആറന്മുളയിൽ വള്ളസദ്യയുടെ ആരംഭമുണ്ടാകും. വള്ളസദ്യ 3 മാസങ്ങൾക്ക് മുമ്പോളം തന്നെ വള്ളസദ്യകൾ ആരംഭിക്കും. അങ്ങനെ ഓണ ആഘോഷ ദിവസങ്ങൾ അല്ലെങ്കിൽ ഓണത്തിനോട് അടുക്കുന്ന ഓരോ ദിവസങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും ഒക്കെ വൈവിധ്യം നിറഞ്ഞതാണ്. തീർച്ചയായും ഇവിടുത്തെ ആഘോഷങ്ങൾ, ആചാരങ്ങളൊക്കെ തന്നെ ഓരോന്നും നമ്മൾക്ക് എടുത്തു പറയുമ്പോൾ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ കഴിയുന്ന, മറ്റാർക്കും പകരം വെക്കാൻ കഴിയാത്ത ഒരു ആഘോഷം. എന്തായാലും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം 15 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ ഈ വള്ളംകളിക്കായി അനുവദിച്ചു എന്നുള്ള ഒരു പ്രത്യേക വാർത്ത കൂടിയാണ് നമുക്ക് ഈ സമയത്ത് നൽകാൻ കഴിയുക. കാരണം കേരളത്തെ സംബന്ധിച്ചോളം വലിയൊരു ആവശ്യമായി തന്നെ അവർ വള്ളംകളി പ്രേമികൾ മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും 15 ലക്ഷം രൂപ കൂടി ഈ വള്ളംകളിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു. അല്പസമയങ്ങൾക്ക് മുമ്പ് ഇത് സംബന്ധിച്ച ഓർഡർ പുറത്തിറങ്ങിയെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. എന്തായാലും ആവേശത്തോടെ, അതിലുപരിയായി തങ്ങളുടെ വിശ്വാസത്തോടെ ഈ ഒരു വള്ളംകളിക്കായി കാത്തിരിക്കുകയാണ് ആറന്മുള ദേശം ഒന്നാകെ. ഏതായാലും എ ബാച്ച് വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ മത്സരം അത് അല്പസമയങ്ങൾക്കുള്ളിൽ തന്നെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കും. അതിനായുള്ള ഒരു കാത്തിരിപ്പിൽ തന്നെ
തന്നെയാണ് ഈ പമ്പയുടെ ഇരു കരകളിലും കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വള്ളംകളി പ്രേമികൾ ഒന്നാകെ. അരുൺ മുമ്പ് സൂചിപ്പിച്ച ഒരു കാര്യത്തിലൊരു കാര്യം പറയുകയാണ്. ഈ ധനസഹായം പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസം തൃശ്ശൂർ പുലികളിക്ക് വേണ്ടിയിട്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ ധനസഹായം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ ആറന്മുള ഉത്രട്ടാതി ജലമേളയ്ക്ക് വേണ്ടിയിട്ട് കൂടി കേന്ദ്ര സഹായം എത്തുകയാണ്. അങ്ങനെ കേരളത്തിലെ പൈതൃകത്തെയും കേരളത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളെയും സംസ്കാരങ്ങളെയും സംരക്ഷിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് ശ്രദ്ധ ചെലുത്തുന്നു. അവ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അവയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ പ്രഖ്യാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇവിടെ ഉള്ള ഭരണകൂടത്തിനൊക്കെ ഇത്തരം ആചാരങ്ങളോട് താല്പര്യമില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ അവയൊക്കെ ഈ രാജ്യത്തിന്റെ കൂടി ആഘോഷങ്ങളാണ്. കേരളത്തിന്റെ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ സംസ്കാരവും ഈ രാജ്യത്തിന്റെ ആഘോഷവും ഒക്കെ തന്നെയാണ് ആറന്മുളയിലായാലും തൃശ്ശൂരിലെ പുലികളിയായാലും ആറന്മുളയിലെ ജലമേളയൊക്കെ ഉത്രട്ടാതി ജലമേളയായാലും ഒക്കെ തന്നെ. എന്തായാലും അവയൊക്കെ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുന്നുണ്ട്. അവയൊക്കെ നിലനിർത്തേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഒരു ഇടപെടൽ. നമുക്കറിയാം, മറ്റൊരിടത്തും പകരം വെക്കാൻ കഴിയാത്ത ഒരു ജലമേള, മറ്റൊരിടത്തും പകരം വെക്കാൻ കഴിയാത്ത ഒരു പൈതൃകം, അതോടൊപ്പം തന്നെ ഈ ഗ്രാമീണ തനിമ. അങ്ങനെ ആറന്മുളയെ സംബന്ധിച്ചോളം ഏറ്റവും പവിത്രമായ ഒരു മണ്ണാണ്. ഭക്തിയും വിശ്വാസവും എല്ലാം ഇഴപിരിഞ്ഞു നടക്കുന്ന ഒരു മണ്ണ്. വള്ളംകളിയെ സംബന്ധിച്ചോളം 52 കരകൾ, 2 ജില്ലകളിലായി വ്യാപിച്ചു നടക്കുന്ന 52 കരകൾ, ഒരു വലിയ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം. അതുതന്നെയാണ് ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത്. എന്തായാലും ആ ആചാരങ്ങളും ആ അനുഷ്ഠാനങ്ങളും ആ സാംസ്കാരിക തനിമയും ഒക്കെ അങ്ങനെ തന്നെ നിലനിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിലും യാതൊരു സംശയവുമില്ല. എന്തായാലും വളരെ വർണ്ണാഭമായിട്ട് ആറന്മുളയിലെ ചടങ്ങുകൾ അങ്ങനെ പുരോഗമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ പള്ളിയോടങ്ങളൊക്കെ തയ്യാറെടുപ്പിലാണ്. ഫൈനൽ മത്സരത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. എന്തായാലും ഗോകുൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തൃശ്ശൂർ MP ആയ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി തന്നെയുള്ള ഒരു ഇടപെടൽ തന്നെയാണ് ഇവിടെ ആറന്മുളയിലും വന്നിരിക്കുന്നത്. ആറന്മുളയെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് അഭേദ്യമായ ഒരു ബന്ധം കൂടിയുണ്ട്. തൃശ്ശൂർ MP ആണെങ്കിൽ ആറന്മുളയുടെ ഒരു മരുമകൻ കൂടിയാണ് അദ്ദേഹം. എന്തായാലും ഏറ്റവും ഹൃദ്യമായുള്ള ഏറ്റവും പവിത്രമായുള്ള ആ വള്ളംകളിക്ക് എല്ലാവിധ സഹായവും നൽകുന്ന ആ ഒരു. ശരി അരുൺ, ഗോകുൽ നിങ്ങളിലേക്ക് മടങ്ങിയെത്തും. ഗൗതം അനന്തനാരായണൻ വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഗൗതം, എന്തായാലും കാഴ്ചയുടെ വസന്തം തീർത്ത് പള്ളിയോടങ്ങളൊക്കെ കുതിച്ചു പറഞ്ഞു, അത് നേരിട്ട് ദർശിച്ചു. ഇത്തവണ ആവേശ കൊടുമുടി അവിടെ നിന്നും തത്സമയം നമ്മൾ ജനം TV പ്രേക്ഷകരിലേക്കും ഒട്ടും ചോരാതെ തന്നെ ഇന്നലെ മുതൽ നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഈ ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇനി ലൂസേഴ്സ് ഫൈനലാണ് നടക്കാനുള്ളതെന്ന് മനസ്സിലാക്കുന്നു. എ ബാച്ചിന്റെ അത് എപ്പോഴത്തേക്കും ആരംഭിക്കും? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? റിസൾട്ട് ഇതുവരെയ്ക്ക് ലഭിച്ചിട്ടില്ല. പള്ളിയോടങ്ങളൊക്കെ പോയി തുടങ്ങി. ആ റിസൾട്ട് മധ്യസമയത്ത് തന്നെ തരണമെന്ന് പറഞ്ഞിരുന്നതാണ്. റേസ് കമ്മിറ്റി ശ്രദ്ധിക്കുകയാണ്. വലിയ പള്ളിയോടങ്ങൾ എ ബാച്ച് പള്ളിയോടങ്ങളാണ്. ആ എ ബാച്ചിലായിരിക്കും മന്നം ട്രോഫിയിൽ മുത്തമിടുക എന്നുള്ളതാണ് ഇനി ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്നത്. ഏതായാലും ഈ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്ന ആറന്മുള ദേശത്തിനൊന്നാകെ, ആറന്മുളയിലെ വള്ളംകളി പ്രേമികൾക്കൊന്നാകെ ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടിയാണ് നമ്മൾ ജനം TV-യിലൂടെ ഇപ്പോൾ പങ്കുവെക്കുന്നത്. എന്നാലും കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം ഈ വള്ളംകളിക്കായി, ആറന്മുളയുടെ പൈതൃക സ്വത്തായ ഈ വള്ളംകളിക്ക്, ലോകത്തെ ഏറ്റവും വലിയ ജലമേളയ്ക്ക്, ജലമാമാങ്കത്തിന്, പാരമ്പര്യത്തിന്റെ പ്രൗഢിയിൽ, വിശ്വാസത്തിന്റെ പെരുമയിൽ, ആചാര അനുഷ്ഠാനങ്ങളോടെ നടക്കുന്ന ചരിത്ര പ്രസിദ്ധമായ വള്ളംകളിക്ക് അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു സഹായം കൂടി എത്തുന്നു. നേരത്തെ പുലിക്കളിക്ക് ലഭിച്ച അതേപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിലൂടെയാണ് ഈ ഒരു സഹായം ആറന്മുളയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. 15 ലക്ഷം രൂപയാണ് ഈ ഒരു സഹായമായി ലഭിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു ഔദ്യോഗികമായുള്ള അറിയിപ്പാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് വന്നിരിക്കുന്നത്. എന്തായാലും എ ബാച്ച് വള്ളങ്ങളുടെ ലൂസേഴ്സ് ഫൈനൽ അങ്ങ് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും ആരംഭിക്കാനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും അതങ്ങനെ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ശ്രേഷ്ഠമായ ആ 2 മത്സരങ്ങൾക്ക് വേണ്ടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആ മത്സരത്തിനായി പമ്പയുടെ ഇരു കരകളും അങ്ങനെ കാത്തിരിക്കുകയാണ്. ഒരു വശത്ത് ആ ആർപ്പുവിളികളാണെങ്കിൽ മറ്റൊരു വശത്ത് വള്ളംകളിയുടെ വഞ്ചിപ്പാട്ട് അങ്ങ് മുഴങ്ങി കേൾക്കുകയാണ്. ആറന്മുളയുടെ ഹൃദയ താളമാണ്. വഞ്ചിപ്പാട്ടില്ലാതെ അവർക്കൊരാഘോഷവുമില്ല.
തന്നെയാണ്. എന്തായാലും വഞ്ചിപ്പാട്ടിന്റെ ഈരടികൾ അങ്ങനെ സദാ അന്തരീക്ഷത്തിൽ മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് ആറന്മുളയുടെ അന്തരീക്ഷം എന്ന് പറയാനായിട്ട് സാധിക്കും. നമ്മൾ ഓരോരുത്തരും ഇവിടെ വന്നു കഴിഞ്ഞാൽ ആ ഈരടികളിൽ അങ്ങനെ ലയിച്ചു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഓണാഘോഷങ്ങൾ, ആറന്മുളയുടെ ഓണാഘോഷങ്ങൾ അതിന്റെ പരമോന്നതയിൽ അല്ലെങ്കിൽ ആ ഒരു ഏറ്റവും ഉത്തുംഗ ശൃംഗത്തിൽ തന്നെ ആഘോഷങ്ങളും ആരവങ്ങളും എത്തിച്ചേരുകയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നു. എന്തായാലും അതിൽ ഈ ആഘോഷങ്ങൾക്ക് ഏറ്റവും പകിട്ടുകൂട്ടുന്ന ഒരു തീരുമാനമാണ് ഇതേ നിമിഷത്തിൽ നിന്ന്, ഈ അസുലഭ മുഹൂർത്തത്തിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്ത് നിന്നും ആറന്മുളയുടെ മരുമകനായിട്ടുള്ള ആ കേന്ദ്രമന്ത്രിയുടെ അനുഭാവപൂർവമായ ഒരു ഇടപെടൽ, നമ്മുടെ പൈതൃകം സംരക്ഷിക്കണം, നമ്മുടെ സംസ്കാരം സംരക്ഷിക്കണം, അതിനായുള്ള ഏറ്റവും മൂല്യമായുള്ള ഒരു ഇടപെടൽ, ഏറ്റവും കൃത്യമായ ഒരു ഇടപെടൽ അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് വരും വർഷങ്ങളിൽ ഇത്തരം ജലോത്സവങ്ങൾക്ക്, ആറന്മുള വള്ളംകളിക്ക് വലിയ ഊർജ്ജവും കരുതലുമൊക്കെ തന്നെ പകരുന്ന ഒരു തീരുമാനം അതുതന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഭാരതം എന്ന് പറയുന്നത് തന്നെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ നാടാണ്. അതിലൊരു ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം അലങ്കരിക്കുന്നതാണ് ആറന്മുളയിലെ ആഘോഷങ്ങളും ഉത്രട്ടാതി ജലമേളയും ഒക്കെ തന്നെ. എന്തായാലും കേന്ദ്ര സർക്കാർ ആ ജലമേളയെയും ഇവിടെ ആറന്മുളയുടെ ആഘോഷത്തെയും കൈവിടുന്നില്ല, അതിനെയും അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു. ആറന്മുള രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ആറന്മുളയിലെ ആഘോഷങ്ങൾ രാജ്യത്തിന്റെ ആഘോഷമാണ്, രാജ്യത്തിന്റെ ആ ഒരു രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ആഘോഷമാണ്, അനുഷ്ഠാനമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൃത്യമായിട്ട് സഹായം ഇവിടുത്തെ ജലമേളയ്ക്ക് വേണ്ടി ലഭ്യമാകുന്നു. ഒരുപക്ഷെ വരുന്ന ദിവസങ്ങളിൽ അത്, അല്ലെങ്കിൽ വരുന്ന അടുത്ത കാലങ്ങളിലൊക്കെ കൂടുതൽ സഹായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായേക്കും. എന്തായാലും ഏറ്റവും സുപ്രധാനമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നുമാണ് ഇത്തരത്തിൽ, അദ്ദേഹത്തിന്റെ ഇടപെടലിൽ നിന്നാണ് ഇത്തരത്തിലൊരു സഹായം ലഭ്യമായിരിക്കുന്നത് ആറന്മുളയ്ക്ക് എന്നുള്ളതാണ്. പുലികളിക്ക് അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെ ലഭിച്ചിട്ടുള്ള ധനസഹായത്തിന്റെ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ അറിഞ്ഞിരുന്നതാണ്. അതിന് തൊട്ട് പിന്നാലെ ആറന്മുള ഉത്രട്ടാതി ജലമേളയെയും ചേർത്ത് പിടിക്കുകയാണ് സുരേഷ് ഗോപി, ചേർത്ത് പിടിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല. തീർച്ചയായും നരേന്ദ്രമോദി സർക്കാരിന്റെ ഒരു സ്നേഹ സമ്മാനം കൂടിയാണ് ഇപ്പോൾ ആറന്മുളയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ഓണ സമ്മാനം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, എന്തായാലും ഏറ്റവും മനോഹരമായ ഒരു മുഹൂർത്തത്തിലേക്ക് ആറന്മുള ഒന്നാകെ കടന്നിരിക്കുകയാണ്. ആ സമയത്ത് തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം കൂടി ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പമ്പയുടെ ഇരു കരകളിലും അങ്ങനെ ആവേശം അണപൊട്ടുന്നു. എന്തായാലും രാത്രി സന്ധ്യാസമയത്തേക്ക് അങ്ങ് അടുക്കുകയാണ്. എത്രയും പെട്ടെന്ന് 2 മത്സരങ്ങൾ കൂടി നടത്തണം. നിലവിലുണ്ടായ ചെറിയ തർക്കങ്ങൾ, ചെറിയ പ്രതിസന്ധികൾ അതൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ആറന്മുളയുടെ സംസ്കാരം, അതോടൊപ്പം തന്നെ ആറന്മുളയെ ലോകത്തിന് മുന്നിൽ അടയാളപ്പെടുത്തിയ ആ വള്ളംകളി ആ തനിമയോടെ തന്നെ അവതരിപ്പിക്കുക, ആ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ സംഘാടകർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിനോദ് കൂടി ചേരുകയാണ് നമ്മളോടൊപ്പം. വിനോദ്, ആറന്മുളയിൽ മാത്രമല്ല ഓണാരവം ഇങ്ങനെ അലയടിക്കുന്നത്. ഓണം കൊടിയിറങ്ങുമ്പോൾ അത് ആറന്മുളയിൽ ഈ പള്ളിയോടങ്ങൾ ഫൈനൽ ലാപ്പിൽ മത്സരത്തിന് ശേഷമായിരിക്കും കേരളത്തിന്റെ ഓണം കൊടിയിറങ്ങുക എന്ന് സാരം. എന്തായാലും ഇനി എ ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനൽ ഉടൻ ആരംഭിക്കേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ, ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞുവോ? എത്രയും പെട്ടെന്ന് തന്നെ തീർച്ചയായും അനുസൂചിച്ച് സൂചിപ്പിച്ച പോലെ തന്നെ അത്തച്ചമയ ഘോഷയാത്രയോടെ കേരളത്തിലെ ഓണാഘോഷങ്ങൾക്ക് തുടക്കമാകുകയാണെങ്കിൽ അതിന് സമാപനം കുറിക്കുന്നത് ആറന്മുളയിലെ ജലോത്സവത്തോടു കൂടിയാണ് സമാപനം കുറിക്കുന്നത്. ഇനിയിപ്പോ നടക്കാനുള്ളത് അനുസൂചിപ്പിച്ചതുപോലെ തന്നെ എ ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനൽ മത്സരമാണ് നടക്കേണ്ടത്. പക്ഷേ ആ മത്സരം നടക്കുന്നതിന് നേരിയ ചില തർക്കങ്ങൾ ഉണ്ടായി. അതായത് അതിൽ പങ്കെടുക്കേണ്ട കോയിപ്പുറം പള്ളിയോടം തങ്ങൾക്ക് ഫൈനലിലേക്ക് പ്രവേശനം ലഭിക്കേണ്ടതായിരുന്നു. ആ ജഡ്ജിംഗ് കമ്മിറ്റിയുടെ തീരുമാനം ശരിയായില്ല എന്നുള്ള തരത്തിൽ ചെറിയ തർക്കങ്ങൾ ഉന്നയിച്ചു. അതുകൊണ്ടാണ് ലൂസേഴ്സ് ഫൈനൽ മത്സരം നടക്കുന്നതിന് ചെറിയ താമസം ഉണ്ടായിട്ടുള്ളത്. കുറിയന്നൂരും കോയിപ്പുറവും കീഴുകരയും ഓതറയും എന്നീ 4 പള്ളിയോടങ്ങളാണ് ലൂസേഴ്സ് ഫൈനലിലേക്ക് കടന്നത്. അതിൽ കോയിപ്പുറം പള്ളിയോടം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ വിധി നിർണയത്തിൽ അവർ തൃപ്തരല്ല, അതുകൊണ്ട് അവർ മത്സരത്തിൽ നിന്നും മാറി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ കുറിയന്നൂരും കീഴുകരയും ഓതറയുമായിരിക്കും ലൂസേഴ്സ് ഫൈനൽ മത്സരിക്കുക. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എ ബാച്ചിന്റെ ഫൈനൽ മത്സരം നടന്നു കഴിഞ്ഞാൽ ജലോത്സവം സമ്പൂർണ്ണമാകും. അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക്, മേലുകര എന്നിങ്ങനെയുള്ള 4 ചരിത്ര പ്രാധാന്യമുള്ള 4 പള്ളിയോടങ്ങളാണ് എ ബാച്ചിന്റെ ഫൈനൽ മത്സരത്തിലേക്ക് കടന്നിട്ടുള്ളത്. അതായത് അയിരൂർ, മല്ലപ്പുഴശ്ശേരി, ഇടശ്ശേരിമല കിഴക്ക്, മേലുകര എന്നിങ്ങനെ 4 പള്ളിയോടങ്ങൾ. ഇതിൽ ആരാണ് വിജയിക്കുക അവർക്ക് മന്നൻ ട്രോഫി ലഭിക്കും. ബി ബാച്ചിന്റെ ഫൈനൽ മത്സരം പൂർത്തിയായിട്ടുണ്ട്.
അത് കോറ്റാത്തൂര്, കോടിയാറ്റുകര, ഇടപ്പാവൂർ, മേപ്പറം, തൈമറങ്കര എന്നീ 4 പള്ളിയോടങ്ങൾ മത്സരിച്ചു. അതിൽ കോറ്റാത്തൂരിനാണ് ബി ബാച്ചിൽ 1ാം സ്ഥാനം ലഭിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഔദ്യോഗികമായ പ്രഖ്യാപനം വരേണ്ടതുണ്ട്. ഇത് മാത്രമല്ല, എ, ബി ബാച്ചുകളിൽ വരുന്ന 1ാമതെത്തുന്ന പള്ളിയോടങ്ങൾക്ക് മാത്രമല്ല, അവർക്കാണ് പ്രധാനപ്പെട്ട ട്രോഫി. അല്ലാതെ ചില ട്രോഫികളും ഇവിടെ ഉണ്ട്. നന്നായി ചമയങ്ങൾ അണിയിച്ചൊരുക്കിയ പള്ളിയോടങ്ങൾക്ക് ഉണ്ട്, പ്രത്യേക പുരസ്കാരമുണ്ട്. നന്നായി പാടിത്തുഴഞ്ഞു വരുന്ന പള്ളിയോടങ്ങൾക്ക് പുരസ്കാരമുണ്ട്. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും പാട്ടിനും ചമയത്തിനും ഒക്കെ പ്രത്യേക പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ ഏറ്റവും വലിയ പുരസ്കാരം എന്ന് പറയുന്നത് എ ബാച്ചിന് ലഭിക്കുന്ന 1ാമത് ലഭിക്കുന്ന മന്നൻ ട്രോഫിയും ബി ബാച്ചിന് ലഭിക്കുന്ന ആർ ശങ്കർ ട്രോഫിയും. അങ്ങനെ 2 പ്രധാനപ്പെട്ട ട്രോഫികളാണ് ജലോത്സവത്തിന് നൽകുന്നത്. അതിന്റെ ഫൈനൽ മത്സരത്തിലേക്കാണ് ഇനി പോകേണ്ടത്. എ ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനൽ മത്സരം ഇപ്പോൾ തന്നെ ആരംഭിക്കും. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് ഇവിടുത്തെ ഒരു ചട്ടം. പക്ഷേ ചില നേരിയ തർക്കങ്ങൾ ഉള്ളതുകൊണ്ട് അവസാന ഘട്ടത്തിൽ ഉണ്ടായത്. പക്ഷേ എ ബാച്ചിന്റെ ലൂസേഴ്സ് ഫൈനൽ ഇപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 3 പള്ളിയോടങ്ങൾ, അതായത് കുറിയന്നൂർ, കീഴുകര